ക്രൂശിത രക്ഷക വിമോചന. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 21-ാമത്തെ വചനം വായിക്കുന്നത്, അവരുടെ വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിൽ ഭോഷന്മാരായി തീർന്നു. തന്റെ ആത്മരക്ഷയെക്കുറിച്ച്, തന്റെ മരണത്തെക്കുറിച്ച്, പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച്, ദൈവനീതിയെക്കുറിച്ചൊന്നും അറിയാതെ അവർ ഭോഷന്മാരായി തീർന്നു. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. കാരണം പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാല് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇന്ന് വിഗ്രഹങ്ങൾക്ക് കൈമാറി. കർത്താവിന് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ടതിന്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കേണ്ട ഇടങ്ങളിൽ ഇന്ന് ദൈവത്തിന് സ്ഥാനമില്ലാതായി. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. ഹൃദയത്തിൽ കർത്താവിനും ഉപരി എന്തിനെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അത് മൊബൈൽ ഫോൺ ആകാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗ വസ്തുക്കളാകാം, നിങ്ങളുടെ പറമ്പാകാം, നിങ്ങളുടെ സ്ഥലമാകാം, നിങ്ങളുടെ വാഹനമാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ആകാം, നിങ്ങളുടെ മക്കൾ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് വിഗ്രഹമായിട്ട് മാറാം. മക്കൾക്ക് കൊടുക്കുന്ന സമയം പോലും ഒരുപക്ഷെ ദൈവത്തിന് കൊടുക്കാനില്ല. മൊബൈൽ ഫോണിന് കൊടുക്കുന്ന സമയത്തിന്റെ 100-ൽ 1 പോലും കർത്താവിന് കൊടുക്കാൻ സമയമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, പക്ഷേ ദൈവത്തിന് സമയമില്ല. നിന്റെ ഹൃദയത്തിന്റെ വിഗ്രഹം. അതുകൊണ്ടാണ് പത്രോസിലെ പറയാ, നിങ്ങളുടെ കർത്താവിനെ ഹൃദയത്തിൽ ദൈവവും രാജാവുമായിട്ട് പൂജിക്കുവിൻ. പൂജിക്കാനാണ് പറയുന്നത്. ഇന്ന് മറ്റു പലരും ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റു പലരെയും ഹൃദയത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തെ പൂജിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റണില്ല, ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റണില്ല, ദൈവിക കാര്യങ്ങൾക്ക് പോകാൻ പറ്റണില്ല. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയോ മക്കളെ? ഈ കാലഘട്ടത്തിൽ പിശാച് കൊടുക്കുന്ന അതിശക്തമായ പ്രലോഭനം എന്താണെന്നറിയാവോ? ദൈവമില്ലാതെ ജീവിക്കാനുള്ള പ്രലോഭനം ഈ കാലഘട്ടത്തിന്റെ മേൽ കൊടുത്തു. അതുകൊണ്ടാണല്ലോ സ്വതന്ത്ര ചിന്തകള്, നിരീശ്വരവാദ ചിന്തകള്, ഇങ്ങനെ ചില പ്രത്യേക ശാസ്ത്രങ്ങള്, ദൈവമില്ലാതെ ജീവിക്കാം എന്നുള്ള ചില ബോധ്യങ്ങള് പിശാച് കൃത്യമായിട്ട് കുത്തിവെക്കുന്നുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ കർത്താവിനെ അന്വേഷിച്ചിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടിയെന്നാ ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കർത്താവിന് എന്നോട് സ്നേഹമില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നിലവിളിച്ചിട്ടും ഇത്രയും കണ്ണുനീര് കുടിച്ചിട്ടും ഇത്രയും ദൈവസന്നിധിയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചിട്ടും എന്നാ കിട്ടി എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒന്നും കിട്ടിയില്ലല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന്, എന്റെ ദൈവം എന്നെ മറന്നു, എനിക്ക് എന്താ ഒന്നും തരാത്തേന്ന്. എന്തൊരു അബദ്ധം പിടിച്ച ചിന്തയാത് മക്കളെ. സ്വന്തം ജീവനും ജീവന്റെ അവസാന തുള്ളി രക്തവും തന്നവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തമ്പുരാനെ നീ എനിക്ക് എന്താ തന്നെന്ന് എങ്ങനെ ധൈര്യത്തോടെ നമുക്ക് ചോദിക്കാൻ പറ്റും? സ്വന്തം ജീവനും ജീവന്റെ അവസാന തുള്ളി രക്തവും എനിക്ക് നിനക്കുമായിട്ട് ഹോമിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഇനി കർത്താവിന് എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് നിനക്കുമായിട്ട് അത് തരുമായിരുന്നു. ഇത്രമാത്രം സ്വന്തം ചങ്കിലെ ചോര തന്ന് നമ്മെ സ്നേഹിച്ചിട്ട് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മാത്രം മനസ്സിലാക്കുന്നില്ല, എനിക്ക് മാത്രം ഒന്നും തരുന്നില്ല എന്ന് പറയാൻ മാത്രം ആത്മീയ ഭോഷന്മാരായിട്ട് നമ്മൾ മാറരുത്. ഹല്ലേലൂയ. എന്റെ കർത്താവ് എനിക്ക് തന്നതിലും അപ്പുറം ഈ ലോകത്തിൽ ആരും ഇന്നുവരെ എനിക്കൊന്നും തന്നിട്ടില്ലെന്ന് മനസ്സിലാക്കാനുള്ള ദൈവിക ജ്ഞാനം കിട്ടാൻ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് ഈ ജ്ഞാനം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ കർത്താവ് തന്നതിന്റെ ഒന്നുമല്ല. ഒരു അപ്പന് പോലും ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ല, ഒരു അമ്മയ്ക്ക് പോലും ഇത്രയും സ്നേഹിക്കാൻ പറ്റില്ല. നിന്റെ ജീവിത പങ്കാളിക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതി നിന്റെ ഭർത്താവിനോ നിന്റെ ഭാര്യയ്ക്ക് പോലും ചങ്കിലെ അവസാനത്തുള്ളി രക്തം തന്ന് സ്നേഹിക്കാൻ പറ്റോ? ഹല്ലേലൂയ. മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങളെ വേർപെടുത്തില്ല എന്ന് ഈ അൽത്താരയുടെ മുമ്പിൽ കർത്താവിനെ സാക്ഷിയാക്കി പറഞ്ഞതാ. എന്നിട്ട് ഒരല്പം സഹനം വന്നപ്പോ, ഒരല്പം വേദന വന്നപ്പോ, ഒരല്പം ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കേണ്ടി വന്നപ്പോ ജീവിതത്തിന്റെ മേൽ തന്റെ തോളിൽ കർത്താവ് വെച്ച് തന്ന കുരിശെടുക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടിട്ട്, എന്നിട്ട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞ കർത്താവിന്റെ പിന്നാലെ പോകാൻ നമുക്ക് പറ്റണില്ല. കാരണം എന്താ? എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എന്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ല, ഒരു ബഹുമാനമില്ല, എനിക്കിതിങ്ങനെ പോകാൻ പറ്റില്ല. മക്കളെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരാത്മാവ് ബന്ധനത്തിലാണ്. ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരാത്മാവ് ബന്ധനത്തിലാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരാത്മാവ് ബന്ധനത്തിലാണ്. അവനെ ബന്ധനത്തിലേക്ക് ഇടുവൊന്നും വേണ്ട. അവൻ പ്രത്യേകിച്ച് പാപം ചെയ്യണമെന്നൊന്നുമില്ല,
പ്രാർത്ഥനയില്ലാത്തൊരു, അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-8 വചനം പറയുന്നത്, നീ ദൈവത്തോട് ചേർന്നിരിക്കുക, അപ്പോൾ ദൈവം നിന്നോട് ചേർന്നിരിക്കുന്ന പറഞ്ഞേ. ദൈവത്തോട് എന്നിട്ട് പിശാചിനെ ചെറുത്ത് നിൽക്ക്, അപ്പൊ പിശാച് നിന്നിൽ നിന്ന് ഓടി അകലൂ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ, പിന്നെ ആരാധനയുടെ വിഷയമാണ് നമ്മുടെ അൾത്താരയിൽ ആയിരിക്കുന്നത്. ഈശോ മാത്രമാണ് ആരാധനയുടെ വിഷയം, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ആ കർത്താവിതായി അൾത്താരയിലുണ്ട്. ജോബ് ഇങ്ങനെയാ പറയുന്നത് 42-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തില്, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. നമ്മുടെ കണ്ണുകൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, ഒരു ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ളേ? നീ വിളിക്കുമ്പോൾ നിന്റെ വിളി കേൾക്കുന്ന ഒരു ദൈവം, ഇതുപോലൊരു ഒരു ദൈവം ലോകത്തെവിടെയാ ഉള്ളേ? നിന്റെ സകല സങ്കടങ്ങൾക്കും, നിന്റെ സകല വേദനകൾക്കും, നിന്റെ സകല ദുഃഖങ്ങൾക്കും, നിന്റെ സകല കണ്ണുനീരിനും ഉത്തരം തരാൻ കഴിവുള്ള ഇതുപോലൊരു ദൈവം ലോകത്തെവിടെയുണ്ട്? മോനെ, അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ദൈവമാണ്. വിശ്വസിക്ക്. ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ ജീവിക്കുന്ന കർത്താവാണ്. ഇതാ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, തപ്പുമീട്ടിയും കിന്നരം മീട്ടിയും ഉച്ചത്തിലും ഹൃദയം വിട്ടുകൊടുത്തും ജീവിതം സമർപ്പിച്ചും നിന്റെ ആരോഗ്യം കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് ആരാധിക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നീ എന്തിനു മടിക്കണം നിന്റെ ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു വേദനിക്കണം ദൈവത്തെ ആരാധിക്കാൻ? നീ എന്തിനു മാനുഷികമായി നിന്റെ ആ ഒരു സങ്കുചിതമായ മനോഭാവത്തിൽ കഴിയണം ദൈവത്തെ ആരാധിക്കാൻ മടിച്ചുകൊണ്ട്? ഈ ലോക ജീവിതത്തിനപ്പുറം ഒരേ ഒരു ശുശ്രൂഷയെ സ്വർഗത്തിലുള്ളൂ, ദൈവാരാധന മാത്രം. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് നിത്യമായി ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്വർഗീയ ഗണങ്ങൾ മുഴുവനും വിശുദ്ധര്, രക്തസാക്ഷികൾ, നമുക്ക് മുമ്പേ സ്വർഗം പ്രവേശിച്ചവരെല്ലാം ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ്. ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുമല്ലേ? അപ്പോ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ബാക്കിയൊന്നും നമുക്ക് ചെയ്യാനില്ല മക്കളെ. ദൈവത്തെ കണ്ട മാത്രമേ ദൈവത്തിനും മുമ്പിൽ കമന്ന് വീണ് ആരാധിച്ചവരെ പോലെ, പ്രവാചകന്മാരെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ ഒക്കെ ദൈവത്തെ ദർശിച്ച നമുക്ക് ഇനി വേറൊന്നും ചെയ്യാനില്ല. നമ്മുടെ കണ്ണുകൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞു. ശിമയോൻ പറഞ്ഞില്ലേ, ലോകത്തിന്റെ രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് സമാധാനത്തിൽ മരിക്കാം. കർത്താവിനെ കണ്ട കണ്ണുകളാണ് നമ്മുടെ കണ്ണുകൾ. അതിന് പാപത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കരുതേ. നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ മനസാക്ഷി കൊണ്ടും ഒക്കെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ വലിയ സ്നേഹത്തോടെ കാണാം. ചെറുതും വലുതുമായ രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നവര്, സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നവര്, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ജോലി മേഖലകളിലൊക്കെ തടസ്സങ്ങളുള്ള മക്കള്, പഠനം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന മക്കളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വലിയ ഭാരം പേറുന്നവരുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നവരുണ്ട്. ഇവിടെ എല്ലാ അനുഭവങ്ങളെയും കർത്താവിലേക്ക് ഉയർത്തിക്കുക. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിങ്ങളെ തൊടാൻ പോവാ. പ്രാർത്ഥനാ ജീവിതത്തിൽ ഭാരം അനുഭവപ്പെടുന്നവർ ഈശോയ്ക്ക് നിങ്ങളുടെ അവസ്ഥകളെ കൊടുക്കുക. വിശുദ്ധ ജീവിതത്തിൽ പറ്റാത്ത മക്കൾ കൊടുക്കുക. ചിലതൊന്നും ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കൾ ഈശോയ്ക്ക് കൊടുക്കുക. ഈശോ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭാരം പേർ, ആ ഭാരം കർത്താവിന് കൊടുക്കുക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം